ജിമ്മി ജിമ്മി ഇവനെവിടെ പോയി? എന്താ രവി? നമ്മുടെ ജിമ്മിനെ കാണാനില്ല നീ? ആണോ? അവനോട് പോയി. രാത്രി വല്ലാതെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാലത്ത് ഫുഡ് കൊണ്ടുപോയപ്പം അവനെ കാണാനില്ല. എവിടെ പോയെന്തോ? ഓ, അവനെവിടെ പോവാനാ? അവനങ്ങ് വന്നോളൂ. വന്നാ മതിയായിരുന്നു. അതൊക്കെ വരുവാടാ. എന്നാലും ഇവനെ പെട്ട ജിമ്മി ജിമ്മി രാത്രി വല്ലാതെ കുരയ്ക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കാലത്ത് ഫുഡ് കൊണ്ടുപോയപ്പം അവനെ കാണാനില്ല. എവിടെ പോയെന്തോ? എവിടെ വെച്ച്? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ? അല്ലല്ല, ഇത് ഞാൻ ചോദിക്കും. ഇതറിഞ്ഞിട്ട് ചോദിക്കാതിരുന്നാ എങ്ങനെയാ? ഞാൻ വിളിക്കാം. ടീച്ചറെ, നിനക്ക് പോവാറായില്ലേ? പോവാ. എനിക്ക് നാളെ ലീവ് വേണേ. ഇപ്പോഴല്ലേ നീ ലീവ് എടുത്തേ? പിന്നെന്താ? ഓ, നാളെ കൊച്ചിന്റെ പേരൻസ് മീറ്റിംഗ് ഉണ്ടെന്ന്. പിന്നെ ശരി, ഞാൻ സാറിനോട് പറയണോ? വേണ്ട, സാറിനോട് ഞാൻ പറഞ്ഞോളാം. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഇന്ന് പീറ്ററുമായിട്ട് വഴിയിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ജോബിച്ചായൻ പറഞ്ഞു. വേണ്ടി വന്നു. ആ പഴയ പ്രശ്നത്തിന്റെ പേരിലാണോ ഇപ്പോഴും നിങ്ങള്? അതങ്ങനെ പെട്ടെന്ന് തീരത്തില്ല. ഇവിടെ എന്നാ ശരിയാവാത്തോണ്ട് അവനെ UK വിടാനാ ജോബിച്ചന്റെ പ്ലാൻ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാണോ നിങ്ങളുടെ UK പരിപാടി? അവൻ ഈ നാട് വിട്ട് പോണെങ്കിൽ അത് ഞാൻ തീരുമാനിക്കണം. എന്തിനാണ് ഈ വാശിയും വൈരാഗ്യവും? എന്റെ ബ്രദറിന്റെ മോനാണെന്നുള്ളൊരു പരിഗണനയെങ്കിലും കൊടുത്തൂടെ? നടക്കില്ല. നമ്മുടെ കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാ? ഒച്ച ഓർക്കടി. ഓ, ആരെങ്കിലും എതിർത്ത് സംസാരിച്ച അവരുടെ വായടപ്പിക്കാൻ നിങ്ങൾക്ക് നല്ല മിടുക്ക. നിന്നോടല്ലേ ഒച്ച ഉണ്ടാക്കരുതെന്ന് പറഞ്ഞേ? ഇവിടെ ഒച്ച എടുക്കുന്നതാണല്ലോ വലിയ പ്രശ്നം. ഉള്ള ബന്ധുക്കളെയൊക്കെ വെറുപ്പിച്ച് കണ്ട തെമ്മാടികളെയും കൊലയാളികളൊക്കെ സഹായിക്കുന്ന നിങ്ങളെ പോലെ ഒരു മനുഷ്യൻ എന്തിനാ താഴേക്കാക്കിയത്? എന്റെ നേരെ ആവായിരുന്നില്ലേ? ഇത്രയും നാള് സഹിച്ചെന്റെ കൂലി ആവുമായിരുന്നല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞു ഒച്ച വെക്കരുത്. ഞാൻ ഇനി ഒച്ചത്തിലേ സംസാരിക്കൂ. എന്താന്ന് വെച്ചാൽ നിങ്ങള് കൂടുതൽ മുറ്റാലേറ്റി കൊന്നോളി. അറിയാം എനിക്ക് ഇങ്ങനൊരു ദിവസം വരുമെന്ന്. അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിച്ചത്. ശബ്ദം പൊങ്ങ വെട്ടിക്കൂട്ടി ടീച്ചറെ, ടീച്ചറെ, ടീച്ചറെ,
ടീച്ചറെ 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 നീ ഇന്ന് ലീവാന്ന് പറഞ്ഞിട്ട് ചേട്ടന് ലീവ് കിട്ടി. അതുകൊണ്ട് ഞാൻ പിന്നെ ടീച്ചർ അവളോട് ഇല്ല. എന്തായാലും നീ ലീവ് എടുത്തല്ലേ, പോയിട്ട് നാളോ. ടീച്ചറോട് പോയി. അതൊക്കെ എന്തിനാ നീ അറിയുന്നേ? നിന്നോട് പോയിക്കോളാൻ പറഞ്ഞില്ലേ? എന്തേ? ഒന്നുമില്ല. എന്റെ അച്ഛന് പണ്ടൊരു ലാമ്പി ഉണ്ടായിരുന്നു. പെട്രോൾ ഇല്ലാതെ 75 കിലോമീറ്റർ ഓടും. എന്തൊരു തള്ള സുരണ്ണ. ആ തള്ളില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവട്ടെ. ഇവന് പണിയെ അറിയത്തില്ല. ലീലേ ലീലേ അയാളുടെ ഭാര്യയെ കൊന്നാണോ നിങ്ങൾ പറയുന്നത്? അയാളത് ചെയ്യും. ഞാൻ കണ്ടു എന്നറിഞ്ഞ സ്ഥിതിക്ക അയാൾ എന്നെയും കൊല്ലും. അതെനിക്ക് ഉറപ്പാ. അത്രയ്ക്ക് ദുഷ്ടനാ അയാള്. ഇല്ലേ, വെറുതെ കരഞ്ഞ ആളെ കൂട്ടല്ലേ. സുരണ, എന്താ വേണ്ടതെന്ന് ഞങ്ങൾ നോക്കിക്കോളാം. സുരണ, ആ ഒരു എന്താടാ ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ എന്ന് ഒന്നാണ് വന്നു. എന്ത് അണ്ണ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? വേണ്ടാത്ത വള്ളി കേസുകളൊന്നും കയറി പിടിക്കല്ലേ. ഇത് കൊലക്കേസാണ്, അല്ല നിങ്ങളുടെ തള്ളു കേസല്ല. പിന്നെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാനാ? അതും സുര. അണ്ണ, അത് റിസ്ക് ആണ്. നമുക്കല്ല പോലീസിനെ വിളിക്കാം. എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാ വാടാ. ഇല്ലേ, വിഷമിക്കണ്ട, ഞങ്ങൾ പോയി നോക്കിട്ട് വരാം കേടാ. വാടാ. ഞാൻ എപ്പോഴും പറയാറില്ലടാ, ഈ പള്ളിപ്പാട നാളത്ര ശരിയല്ല. ഓ, ഈ വീട് കണ്ടാൽ തന്നെ പേടിയാവുന്നു.